ഹലോ ഗൈസ്, വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കണി കണ്ടിട്ടാകാം ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് താമസിക്കുന്ന റൂമിന്റെ വാതിലും തുറന്നു. പുറത്തത്തെ ഒച്ചപ്പാടും ബഹളം കേട്ടപ്പോൾ നല്ല അടിപൊളി കണി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് വാതിൽ തുറന്ന് ഞാൻ കണ്ടതാണ് കുറച്ച് ക്ലീനിങ് സ്റ്റാഫിനെയും പിന്നെ അവര് നിരത്തിയിട്ടിരിക്കുന്ന ഈ തുണികളും. ഞാൻ പ്രതീക്ഷിച്ച കണി ഇതുവരെ എണീക്കാത്തതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഞാൻ ഡിസപ്പോയിന്റഡ് ആയി ഗൈസ്. കണി കൊള്ളയെങ്കിലും ഇവിടെ നാസിക്കിലും വിഷു ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. കൂടെ പോരാ എല്ലാം കാണാം നമുക്ക്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ കേട്ടോ രാവിലത്തെ ഫുഡ്. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ചുട്ട് വെച്ചിരിക്കുന്ന അപ്പം. നമ്മുടെ നാടൻ അപ്പത്തിന്റെ ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും ഒരു അപ്പം, പിന്നെ അതിന്റെ കൂടെ പ്രത്യേക തരം ഒരു കറിയും. ഫുഡിന്റെ ടേസ്റ്റിന് ഒരു 2 സ്റ്റാർ കൊടുക്കാൻ പറ്റുള്ളെങ്കിലും ഈ ആംബിയൻസിന് ഒരു 3 സ്റ്റാർ കൊടുക്കാട്ടോ. മിതമായ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓട്ടോ വിളിച്ച് ഒരു 2.5 കിലോമീറ്റർ അപ്പുറമുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് പോണേ, പോളിക്യാബ്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഞാൻ അകത്ത് കയറി എൻ്റെ ഡ്യൂട്ടി തുടങ്ങി. എൻ്റെ പുറകിലുള്ള മെഷീനാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ. അങ്ങനെ തട്ടിയും മുട്ടിയും കറക്റ്റ് 1 മണി ആകുമ്പോൾ തന്നെ ഇവിടെ ലഞ്ച് റെഡിയാണ്. വിഷു ആയതുകൊണ്ടൊന്നല്ല, ഇവിടെ പോളിക്യാബിൽ മൊത്തത്തിൽ വെജ് ഐറ്റംസ് ആകട്ടെ കിട്ടുള്ളൂ. ഏകദേശം ചിക്കൻ പോലെ കറി വെച്ചിരിക്കുന്ന വഴുതനങ്ങ, പിന്നെ ഒരു പരിപ്പ് കറി, പിന്നെ കുറച്ച് ചോറ്, ഒരു 4-5 ചപ്പാത്തി. മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചപ്പാത്തി മസ്റ്റാണ് കേട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഒരു അരമണിക്കൂർ വെറുതെ വായി നോക്കി നിന്നേ, എന്നിട്ട് തിരിച്ചും പോയി പണി തുടങ്ങി. അങ്ങനെ വൈകിട്ട് 6 മണിയായപ്പോൾ പണി നിർത്തി മെഷീനും പൂട്ടി പുറത്തിറങ്ങി. ഇവിടെ നിന്ന് തന്നെ രാവിലെ തരുന്ന ഒരു പാസ് ഉണ്ട് കേട്ടോ. ഈ പാസ് അവിടെ കൊടുത്താലാണ് നമ്മളെ പുറത്തേക്ക് വിടത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോയും വിളിച്ച് കേരള ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇവിടെ നാസിക്കിലുണ്ട് കേരള ടേസ്റ്റിലുള്ള ഫുഡൊക്കെ. ഇന്നത്തെ വിഷു ആഘോഷം അവിടെ വെച്ചാകാന്ന് വെച്ച് പോകുന്ന വഴിക്ക് നടുറോട്ടിലുള്ള DJ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ആടുന്നു. ഇത് വിഷുവിന്റെ പരിപാടിയല്ല കേട്ടോ. ഇന്ന് അംബേദ്കറിന്റെ പിറന്നാളാണ്. അംബേദ്കർ ജയന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അംബേദ്കറിനെ നല്ലോണം കണ്ട് ഞാൻ നേരെ കേരള ഹോട്ടലിൽ എത്തിയിട്ടോ. ഇവിടുന്ന് അടിപൊളിയൊരു സദ്യ. എത്ര ഐറ്റം ഉണ്ടായിരുന്നു എന്ന് എണ്ണാൻ പറ്റിയില്ല. ഏതായാലും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. വിഷു ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെ കാണാത്ത കുറേ പേരെ ഇവിടെ ഞാൻ കണ്ടു. ഏതായാലും നാസിക്കിലും ഒരുപാട് മലയാളികൾ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വല്ലാത്ത സന്തോഷം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ കമന്റ്സ് ചെയ്യണം, ലൈക്ക് അടിക്കണം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ അംബേദ്കറിനെ ഞാൻ വീണ്ടും കണ്ട് DJ പാട്ട് വിട്ട്. കണ്ടില്ലേ എന്തോരം കൊച്ചുങ്ങളെ ഡാൻസ് കളിക്കുന്നത്. രാവിലത്തെ കണിയുടെ ക്ഷീണം എന്തായാലും ഞാൻ ഇവിടെ തീർത്തു. കുറെ നേരം ഈ പരിപാടികളൊക്കെ കണ്ടു നിന്ന ശേഷം ഞാൻ മെല്ലെ റൂമിലേക്ക് പോയിട്ടോ. എത്തി രാവിലെ പോയപ്പോൾ ഉണ്ടായിരുന്ന മാതിരി അല്ല കേട്ടോ. റൂമൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു ആഘോഷങ്ങളൊക്കെ കഴിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ലവ് യു ഗൈസ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.